Welcome to my channel Mammas and Anu's Kitchen. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫിഷ് ഒന്ന് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്ത്, മുളക് പൊടി ഒരു 2 ടീസ്പൂണ്, പിന്നെ മുളകും ഒക്കെ അത്യാവശ്യം എരിവ് വേണ്ടവർ കുറച്ചുകൂടി കൂട്ടിയെടുത്തോളുക. പിന്നെ ഉപ്പ് പാകത്തിന്, അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക, പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതോരോന്നായിട്ട് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതോരോന്നായിട്ട് ഒന്ന് ഒരുമിച്ചിട്ട് പുരട്ടിയെടുക്കരുത്, ഓരോരോ പീസാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാണ് ഞാൻ പുരട്ടിയെടുത്തത്. ഇത് ഞാൻ ചട്ടിയിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫിഷ് ഞാൻ അയക്കൂറയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 പീസാണ് എടുത്തത്. അപ്പോൾ 8 പീസ് അയക്കൂറയ്ക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയാണ് എടുത്തത്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ളത്, കറക്റ്റ് അളവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അപ്പോഴേക്കും അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈമ റൈസാണ് എടുത്തത്. ഇത് 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഊറ്റിയിടാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടികട്ടിയുള്ളൊരു വട്ടയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വട്ട ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ബാക്കി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കറുവപ്പട്ട ഇത് ഞാൻ ചെറിയ പീസാക്കി എടുത്തതാണ്. ഒരു 3-4 ഇതുള്ളൂ ശരിക്ക്, പക്ഷെ ഞാൻ പെട്ടെന്നായി കിട്ടേണ്ടിയിട്ട് ചെറിയ പീസാക്കി ഇട്ടതാണ്. പിന്നെ ഏലക്കായ ഒരു 10 എണ്ണം, ഗ്രാമ്പു ഒരു 8 എണ്ണം, അപ്പോൾ ഏലക്കായയും കറുവപ്പട്ടയൊക്കെ ഞാനൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരി ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കുന്നുണ്ട്. കൂടുതൽ നേരം ചൂടാക്കരുത്. നെയ്യിലൊന്ന് വഴച്ചാണ്. ഇതിലേക്ക് ഞാൻ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, ആ രീതിക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ 1 കിലോൻ്റെ പാത്രമാണ് ഞാൻ എടുത്തത്.
മഗ്. അപ്പോൾ ഇതിനൊന്നും പിന്നെ ഒരു അരപ്പാത്രം. അപ്പോൾ 1.5. ഒരു സ്റ്റീലിൻ്റെ മഗ്ഗിന് 1.5 ആണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പിടണം. ഉപ്പൊക്കെ മതിയോന്നൊന്ന് ഞാൻ നോക്കട്ടെ. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കണം. അപ്പം ഇതുപോലത്തെ ഒരു മൂടിയുണ്ട്. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ അരമണിക്കൂറായി. അപ്പം ഞാൻ മീനൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പീസാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ, ഈ ഒരു ബ്രൗൺ കളറിൽ വേണം എടുത്ത്. അധികം മൂത്ത് പോകരുത്. ബിരിയാണിയുടേതാണ്. അപ്പോൾ അധികം മൂത്ത് പോകരുത്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മൂടി തന്നെയാണ് വെക്കാൻ പോകുന്നത്. സമയത്ത് മാത്രമേ മൂടലെടുക്കുന്നുള്ളൂ. അപ്പോൾ വല്യുള്ളി ഇതിലേക്ക് ഇടാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടാതെ ഞാൻ മീൻ വറുത്തതിൻ്റെ കുറച്ച് ബാക്കിയുള്ള വെളിച്ചെണ്ണയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. വെളുത്തുള്ളി 1 ടീസ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. മുളക് പൊടിയല്ല ഞാൻ എടുത്തത്. മുളക് ചീനച്ചട്ടിയിൽ ഡ്രൈ ആയിട്ട് വറുത്തിട്ട് അത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഒരു 9 വറ്റൽമുളകാണ് ഞാൻ എടുത്തത്. അതങ്ങനെ ഇതിലേക്ക് ഇടുകയാണ്. രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി, ബിരിയാണി മസാല 1 ടീസ്പൂണ്, അപ്പോൾ തക്കാളി കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. തക്കാളി നീളനെ അരിഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകം ഡ്രൈ ആയിട്ട് വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂണാണിത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത 1/4 കപ്പ് തൈരാണ് ഞാനിതിൽ ഒഴിച്ചത്. ഇനി നിങ്ങളുടെ അടുത്ത് തൈര് ഇല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ പിഴിഞ്ഞാലും മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്.
പിന്നെ കുറച്ച് പുതിനയും, ബാക്കി പുതിനയും മല്ലിച്ചപ്പൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ ഇളക്കട്ടെ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം മസാല കിട്ടാൻ, അധികം ഡ്രൈ ആയി പോകരുത്. അപ്പോൾ ചോറും മസാലയും ഫിഷും റെഡി ആയിട്ടിട്ട് ഇനി ഇതൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം, ബ്രൗൺ കളർ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് നെയ്യാണ് ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കണം. അപ്പോൾ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിക്കൊണ്ട് വെക്കണം. അപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെക്കാം. ഇനി അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് കോരി എടുക്കാം. അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്, ഇതൊന്ന് വറുത്ത് പോരാ. ഇനി മുന്തിരി ഒന്ന് വറുത്ത് പോരാ. അപ്പോൾ മുന്തിരി വറുത്തിട്ടുണ്ട്, അതുകൂടി ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം മീൻ ഫ്രൈ ചെയ്തത് ഞാൻ ഒന്നെടുത്ത് ചെറിയൊരു പീസ് എടുത്ത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പൊടിച്ചിടുന്നുണ്ട്. അപ്പോഴാണ് ആ മസാലയ്ക്ക് കറക്റ്റ് ഫിഷ് ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഞാൻ മീൻ വറുത്ത ബാക്കി വെളിച്ചെണ്ണയില്ലേ അതുകൂടി മേലെ തൂവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മീൻ വറുത്തിട്ട് ബാക്കി കിട്ടുന്ന വെളിച്ചെണ്ണ കുറച്ചൊന്ന് മേലെ തൂവി കൊടുത്താൽ മതി. ഞാൻ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഇതിപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ദമ്മിടാം. കുറച്ച് കുറച്ചായിട്ട് ഇടുന്നുണ്ട്. ബാക്കി മസാല മീൻ വെച്ചതിന് ശേഷം മേലെ ഫില്ല് ചെയ്യാം. ഇനി ഓരോ മീനായിട്ട് വെക്കാം. ഇനി ഈ മീനിന്റെ മേലെ മസാല, ഇനി ഇതിന്റെ മുകളിൽ മസാല ഫില്ല് ചെയ്യാം. ഇങ്ങനെ എല്ലാ മീനിൻ്റെ മേലെയും ചെയ്ത് കൊടുക്കണം, എന്നാലാണ് കറക്റ്റ് ആ ടേസ്റ്റ് വരുള്ളൂ. ഇനി ബാക്കിയുള്ള ചോറ് മേലെ ഒന്ന് ഫില്ല് ചെയ്യാം.
ഇതിലേക്ക് ഉള്ളി വഴറ്റിയിടാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, ബാക്കിയുള്ള ചോറ് ഒന്നുകൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. ഇത് കട്ടി കുറഞ്ഞ ലെയറാക്കി ഇട്ടതാണ് ലാസ്റ്റ് ഇട്ടത്. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇടുന്നുണ്ട്, ഉള്ളിയൊക്കെ. ഇനി ഇതിലേക്ക് പുതിന മല്ലിച്ചപ്പാണ് ഇത്. രണ്ടും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ മേലത്തെ ലെയറിൽ മാത്രമാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഒരു കളറിന് വേണ്ടിയിട്ട്, കളർ മാത്രമല്ല ടേസ്റ്റും, ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇത് ഫിഷ് ഫ്രൈ ചെയ്തതാണ്. ഇത് ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണേൻ്റെതാണ് കുറച്ച്. അപ്പോൾ ഇത് എണ്ണ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മേലെ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. പിന്നെ ദം ചെയ്യുമ്പോൾ അത് അടിയിലേക്ക് വന്നോളൂ. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കളറിൻ്റെ ആവശ്യമില്ല. ഇനി ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഞാൻ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മേലത്തെ ലെയർ ചോറും കൊണ്ട് മാറ്റി വെക്കുകയാണ്. അപ്പം മീൻ പൊട്ടിപ്പോകാണ്ട് വേണം അത് എടുക്കാൻ. മീൻ ആദ്യം മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഫിഷൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്നായിട്ട് ഇളക്കിയിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ മസാല മിക്സ് ചെയ്താണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മസാല മിക്സ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ മേലത്തെ ലെയർ ചോറ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്തത് വെക്കുക. എന്നിട്ട് അടിയിലത്തെ മസാല ചേർന്നത് കുറച്ച് വെക്കുക. എന്നിട്ട് മേലെ നമ്മുടെ വൈറ്റ് കളർ ചോറ് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞങ്ങളും ഇവിടെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഫുൾ മിക്സ് ചെയ്തിട്ടാണ് കാണാൻ പറ്റുക. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയാണ് സെർവ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ സാലഡും പിന്നെ പൈനാപ്പിൾ, പുതിനയുടെ സമ്മന്തിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഉണ്ട്. അതിപ്പോൾ മസാല ഒന്നായിട്ട് മിക്സ് ചെയ്തോണം ഈ ഒരു കളറ്. അപ്പോൾ മിക്സ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർ ആ വൈറ്റ് കളർ ചോറ് തന്നെ മാറ്റി വെച്ച് അങ്ങനെ ചെയ്യാം. പക്ഷെ മസാല മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരും, നന്നായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയുക, കമൻസായിട്ട് ഇമെയിലായിട്ടും അറിയിക്കുക. പിന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.